എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും എത്രയായാണ് തരംതിരിക്കുന്നത്? ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും എത്രയായാണ് തരംതിരിക്കുന്നത്? രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പരമ്പരാഗത ഊർജ്ജ വിഭവങ്ങൾ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പരമ്പരാഗത ഊർജ്ജ വിഭവങ്ങൾ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയാണ് പ്രധാനപ്പെട്ട പരമ്പരാഗത ഊർജ്ജ വിഭവങ്ങൾ. പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവവൈദ്യുതി. ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവവൈദ്യുതി എന്നിവയാണ് പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? ജലത്തിൽ നിന്ന്. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. ജലത്തിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം താപ ഊർജം, തെർമൽ എനർജി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം താപ ഊർജം വഴിയാണ്. ഇന്ത്യയുടെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയുടെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം. കർണാടകയിലെ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവസമുദ്രമാണ് ഇന്ത്യയുടെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം സിദ്രാപോങ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിൽ 1897 സ്ഥാപിതമായ സിദ്രാപോങ് ആണ് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. 1975 നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. അമേരിക്കയുടെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതി. അമേരിക്കയുടെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതി ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതിയാണ് അമേരിക്കയുടെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി. സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭക്രാനങ്കലാണ് സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഭക്രാനങ്കലാണ് ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഗോവിന്ദ് സാഗർ. ഗോവിന്ദ് സാഗർ തടാകത്തിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ. ഗുജറാത്തിലെ സർദാർ സരോവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് അളവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ട്. നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് അളവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ട് സർദാർ സരോവർ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി. തെഹ്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി. ഭഗീരഥി നദിയിലാണ് തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഒഡീഷയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവൈദ്യുത പദ്ധതികൾ. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവൈദ്യുത പദ്ധതികൾ കോസി പദ്ധതി, മഹാകാളി പദ്ധതി, ഗണ്ഡക് പദ്ധതി എന്നിവയാണ് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത ജലവൈദ്യുത പദ്ധതികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെസണറി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ട് നാഗാർജുന സാഗർ. നാഗാർജുന സാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ട്. അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയിലാണ് അൽമാട്ടി അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. നർമ്മദ നദിയിലാണ് ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. സത്ലജ് നദിയിലെ ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ. 1984 മുതൽ രാജസ്ഥാൻ കനാലിൻ്റെ പുതിയ നാമം. 1984 മുതൽ രാജസ്ഥാൻ കനാലിൻ്റെ പുതിയ നാമം ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ് 1984 മുതൽ രാജസ്ഥാൻ കനാലിൻ്റെ പുതിയ നാമം. ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത്. ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് 1958 മാർച്ച് 31-നാണ് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ജൻജാവതി ഡാം. ജൻജാവതി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം. ജൻജാവതി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ജൻജാവതി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ജൻജാവതി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിലെ വൃന്ദാവൻ പൂന്തോട്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. മൈസൂരിലെ വൃന്ദാവൻ പൂന്തോട്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് കൃഷ്ണരാജസാഗർ അണക്കെട്ട്. കാവേരി നദിയിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ടാണ് മൈസൂരിലെ വൃന്ദാവൻ പൂന്തോട്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിൻ്റെ പേര്. കൃഷ്ണരാജസാഗർ അണക്കെട്ടിൻ്റെ മറ്റൊരു പേര്. കൃഷ്ണരാജസാഗർ അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് വിശ്വേശ്വരയ്യ അണക്കെട്ട്. വിശ്വേശ്വരയ്യ അണക്കെട്ട് എന്നാണ് കൃഷ്ണരാജസാഗർ അണക്കെട്ടിൻ്റെ മറ്റൊരു പേര്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദി. പഞ്ചാബിലെ ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പോങ് അണക്കെട്ടിൻ്റെ മറ്റൊരു നാമം. പോങ് അണക്കെട്ടിൻ്റെ മറ്റൊരു നാമം മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട്. മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട് എന്നാണ് പോങ് അണക്കെട്ടിൻ്റെ മറ്റൊരു നാമം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുതി നിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് താപവൈദ്യുതി നിലയം. ഇന്ത്യയിൽ 310-ലധികം താപവൈദ്യുത നിലയങ്ങൾ ഉണ്ട്. എന്തുപയോഗിച്ചാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തുപയോഗിച്ചാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഉപയോഗിച്ചാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം കൽക്കരിയാണ്. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? റാണിഗഞ്ച്, ജാരിയ, ധൻബാദ്, ബൊക്കാറോ എന്നിവയാണ്
കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകർ. ദേശീയ താപവൈദ്യുതി നിലയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. 1975 സ്ഥാപിതമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപ്പാദകർ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാചൽ താപവൈദ്യുത നിലയം. മധ്യപ്രദേശിലെ സിംഗ്രൌലിയിൽ സ്ഥിതി ചെയ്യുന്ന വിന്ധ്യാചൽ താപവൈദ്യുത നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം നെയ്വേലി താപവൈദ്യുത നിലയമാണ് ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നെയ്വേലി താപവൈദ്യുത നിലയം. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1948 അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം. ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം 1954 ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ യുറേനിയവും തോറിയവുമാണ്. ഇന്ത്യയിൽ പ്രധാനമായും യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്നത്. ജാർഖണ്ഡ്, രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളിലുമാണ് ഇന്ത്യയിൽ പ്രധാനമായും യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് പാലക്കാട്, കൊല്ലം എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം താരാപൂർ. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത്. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് 1969 താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത്. ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം റഷ്യ. റഷ്യയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഭാഭ. ഡോക്ടർ ഹോമി ജെ ഭാഭയാണ് അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ. മുംബൈയിലെ ട്രോംബയിലുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത് 1954 ജനുവരി 3 ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം 1957 ജനുവരി 20 ജവഹർലാൽ നെഹ്റു ആണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യ ചെയർമാൻ. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഭാഭ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. ട്രോംബയിലുള്ള അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ.
ഇന്ത്യയിൽ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ. ഇന്ത്യയിൽ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ കാമിനി. കൽപ്പാക്കത്തെ കാമിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987 ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമത്തിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം റഷ്യയാണ്. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ SP ഉദയകുമാർ. SP ഉദയകുമാറാണ് കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ജയ്താപൂർ ആണവ നിലയം. മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ നിലയമാണ് ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം 1974 മെയ് 18. 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന സ്ഥലം പൊഖ്രാൻ. രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത്. ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജാ രാമണ്ണ. ഡോക്ടർ രാജാ രാമണ്ണയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1998 മെയ് 11, 13 തീയതികളിലായിട്ടാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത്. രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നതെന്നാണ് മെയ് 11 ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം. വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേര് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേര്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്ന വർഷം 1957 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. ഓസ്ട്രിയയിലെ വിയന്നയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം.
പ്രധാന പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? കാറ്റ്, തിരമാല, ജിയോതെർമൽ, സോളാർ. കാറ്റ്, തിരമാല, ജിയോതെർമൽ, സോളാർ എന്നിവയാണ് പ്രധാന പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ. ഭൂമിക്കടിയിലെ ചൂട് നീരുറവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അറിയപ്പെടുന്നത്? ഭൂമിക്കടിയിലെ ചൂട് നീരുറവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അറിയപ്പെടുന്നത് ജിയോതെർമൽ എനർജി. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ? ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ഗുജറാത്ത്, കേരള, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. തമിഴ്നാട്, ഗുജറാത്ത്, കേരള, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ്? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്, ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അഗളി എന്നിവയാണ് കേരളത്തിലെ കാറ്റാടി ഫാമുകൾ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യ കാറ്റാടി ഫാം. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം? കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം. KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കാറ്റാടി ഫാം? KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കാറ്റാടി ഫാം കഞ്ചിക്കോട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട്, ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. അട്ടപ്പാടിയിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായി കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 2014. 2014 അട്ടപ്പാടിയിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായി കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ആദ്യ ടൈഡൽ പവർ പ്രോജക്റ്റ്? ഇന്ത്യയിലെ ആദ്യ ടൈഡൽ പവർ പ്രോജക്റ്റ് വിഴിഞ്ഞം. കേരളത്തിലെ വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രോജക്റ്റ്. ഇന്ത്യയിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ചരൻക. ഗുജറാത്തിലെ ചരൻകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക്. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത്? കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയാണ് കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം, വയനാട്. വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം? ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷൻ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി. ആസാമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ റെയിൽവേ സ്റ്റേഷൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.